നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരുത്തനെ ചതിച്ച് അവന്റെ തലയിൽ കയറിയിരിക്കുക, എന്നിട്ട് അവന്റെ ജീവിതത്തിനും അവന്റെ കുടുംബത്തിനും വിലവേശുക. എടി, ഇതിനേക്കാൾ നല്ലത് പോയി ആത്മഹത്യ ചെയ്യുന്നല്ലടി. ഉദ്ദേശം മനസ്സിലായി. പറയാവുന്നത് മുഴുവൻ പറഞ്ഞ് ഞാൻ ഏതെങ്കിലും രീതിയിൽ പോയി ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടവളെയും വിളിച്ചോണ്ട് വന്ന് സുഖമായിട്ട് അങ്ങ് താമസിക്കാലോ. വലിയൊരു വിവാഹ മണ്ഡപം, അതിൽ നടക്കുന്ന ലക്ഷങ്ങളുടെ ചടങ്ങ്, അതൊന്നും എന്റെ മനസ്സിനെ ഇതുവരെ മോഹിപ്പിച്ചിട്ടില്ല. ഒരുപാട് വിവാഹങ്ങൾക്കൊക്കെ ഞാൻ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എന്റെ വിവാഹ സങ്കല്പങ്ങൾ ചെറുതായിരുന്നു. തിരുമേനി പറഞ്ഞതുപോലെ അങ്ങയുടെ ക്ഷേത്രത്തിൽ വെച്ച് അങ്ങയുടെ മകളെ എന്റെ കൈപിടിച്ച് ഏൽപ്പിച്ചാൽ മതി. മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. മറ്റൊന്നെന്ന് പറഞ്ഞ പണത്തിനോ ആഭരണത്തിനോ വേണ്ടി തിരുമേനിയും കുടുംബവും ബുദ്ധിമുട്ടി നടക്കേണ്ട കാര്യമില്ല. ഇവിടുന്ന് ഞങ്ങൾ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നു, പെൺകുട്ടിയെ മാത്രം. അമ്മയും മകനും മത്സരിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് എന്റെ മനസ്സ് നിറക്കിയ. ഇളയ മോള് പ്രിയങ്കയുടെ ബന്ധുക്കളോട് കൂടി ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് വൈകാതെ ഒരു തീരുമാനത്തിലെത്താം. എന്തായാലും ഈ വിവാഹം നമ്മൾ ഉറപ്പിക്കുന്നു. ഇവിടെ നിർത്തിയേ? വ്യൂ പോയിന്റ് ആണ്, കാഴ്ചകൾ കാണാനൊരിടം. വ്യൂ പോയിന്റിന്റെ അർത്ഥമല്ല ഞാൻ ചോദിച്ചേ. കാണുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോഴേ എനിക്ക് വണ്ടിക്കകത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ യാത്ര നിങ്ങൾക്ക് ഒഴിവാക്കായിരുന്നില്ലേ? ആ, അതെനിക്കും ചെയ്യാറുന്നല്ലോ. എന്റെ വീട്ടുകാരെ ധിക്കരിക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട്. അപ്പൊ ഞാൻ ധിക്കരിക്കണോ? എല്ലാ പഴിയും ഞാൻ കേൾക്കണോ? നോക്ക്, വിവാഹം കഴിച്ചു കൊണ്ടുവന്ന എന്നെ ഇഷ്ടമല്ലെന്നും കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞത് നിങ്ങളാ. കൂടെ ജീവിച്ചതിന്റെ വില എന്നോട് പറഞ്ഞുറപ്പിച്ചത് നീയാ. പിന്നെ എന്നോട് കൂടുതൽ ന്യായമൊന്നും പറയണ്ട. കൂടെ ജീവിച്ചതിന്റെ കണക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിലേ അതങ്ങ് സഹിച്ചോളണം. എന്നോടൊപ്പം കട്ടിലിൽ കിടക്കുമ്പോ വേറെ ഒരുത്തിയെ മനസ്സിൽ വെച്ച് നടക്കുകയല്ലേ? അത്രയ്ക്ക് മാന്യതയൊന്നും പറയണ്ട. എന്റെ മാന്യതയില്ലായ്മ അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ നീ എന്താ ഇറങ്ങിപ്പോവാത്തത്? ഓ, ഇറങ്ങിപ്പോയാ പിന്നെ ആ ദാരിദ്ര്യക്കാട്ടിലേക്ക് തന്നെ ചെന്ന് കയറണമല്ലോ. കണിമംഗലത്തിന്റെ സമ്പന്നതകളൊന്നും അവിടെ കിട്ടത്തില്ലല്ലോ. ഒരുത്തനെ ചതിച്ച് അവന്റെ തലയിൽ കയറിയിരിക്കുക, എന്നിട്ട് അവന്റെ ജീവിതത്തിനും അവന്റെ കുടുംബത്തിനും വിലവേശുക. എടി, ഇതിനേക്കാൾ നല്ലത് പോയി ആത്മഹത്യ ചെയ്യുന്നല്ലടി. ഉദ്ദേശം മനസ്സിലായി. പറയാവുന്നത് മുഴുവൻ പറഞ്ഞ് ഞാൻ ഏതെങ്കിലും രീതിയിൽ പോയി ആത്മഹത്യ ചെയ്യുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടവളെയും വിളിച്ചോണ്ട് വന്ന് സുഖമായിട്ട് അങ്ങ് താമസിക്കാലോ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാതെ ആ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കണ്ട. വാ, വന്ന് വണ്ടി കയറ്. എനിക്കിപ്പോ വരാൻ സൗകര്യമില്ല. എനിക്ക് പോണോന്നാ പറഞ്ഞേ. കൈ കാണിച്ച നിനക്ക് ഒരുപാട് വണ്ടികൾ കിട്ടും. അതിലേതെങ്കിലും ഒന്നിൽ കൈ കാണിച്ച് നീ എങ്ങോട്ടെന്നാ വെച്ചാ പോ. അത് വേണ്ട. ഒരുമിച്ച് ഇറങ്ങിയെങ്കിലേ ഒരുമിച്ച് തന്നെ പോവാം.
ഇങ്ങോട്ട് വരാൻ വിടറി. കൈവിടാൻ. വരാൻ. വാ വന്ന് വണ്ടി കയറും. പ്രിയങ്ക, ആളുകൾ ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഈ നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കട്ടെ. നിങ്ങളെ പോലൊരാളെ ഭർത്താവായിട്ട് ചുമന്ന് നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഇവരൊക്കെ ഒന്ന് തിരിച്ചറിയട്ടെ. അതോടെ നിങ്ങളുടെ അന്തസ്സേ ആകാശത്തോട്ടങ്ങ് പോവാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. ആഹാ, എങ്കിൽ പിന്നെ ആ ആളുകളോട് കാര്യങ്ങൾ മുഴുവൻ അങ്ങ് പറഞ്ഞു കൊടുക്ക്. വാ, അവരറിയട്ടെ. അവരറിയട്ടെ എന്നെ നീ ചതിച്ച കാര്യവും നീ എന്റെ കൂടെ ജീവിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശവും. പറയടി, പറ. അതെ, ഇവിടെ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബ പ്രശ്നം മറ്റോ ഉണ്ടെങ്കിൽ അത് വണ്ടിയിലിരുന്നോ അത് റൂമിലിരുന്നോ തീർത്തോണം. ഇവിടെ ഞങ്ങളുടെ മുന്നിൽ ഇരുന്ന് തമ്മി തല്ലാൻ പറ്റില്ല. എടാ മോനെ, ഇത് ഞങ്ങളുടെ നാടാ. കാണാൻ ആഗ്രഹിച്ച് വന്നാണെങ്കിൽ കണ്ടിട്ട് പൊക്കോണം. ആ, അല്ലെങ്കിൽ താൻ എന്തോ ചെയ്യും? എടോ, ഞാനൊരു ഇന്ത്യൻ പൗരനാ. ഈ ദേശത്ത് എവിടെ പോവാനും എനിക്ക് ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. മണ്ണിന്റെ മാഹാത്മ്യം എന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാ. എന്നാ പിന്നെ അവനെ മര്യാദ പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. വേണ്ട, വിട്ടേക്ക്, പോട്ടാ. സ്ഥലം വിട്. പോടാ, പോടാ, പോ, സ്ഥലം വിട്. പൊക്കോ, പൊക്കോ. ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാകാതെ പോടാ. വരുണിന്റെയും പ്രിയങ്കയുടെയും കാറിലെയാ പോകുന്നത്. കൽപ്പന, ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്കൊന്ന് ഇറങ്ങിയാലോ? അതിനെന്താ? സൂര്യ, നമുക്കിവിടെ ഇറങ്ങാം അല്ലേ? നിങ്ങളെല്ലാരും ഇറങ്ങിക്കോ. എനിക്ക് വണ്ടിയിലിരുന്നാൽ തന്നെ കാണാം. ഭാര്യയും ഭർത്താവൊന്നും ആയിരിക്കില്ലെന്നേ. അല്ലെങ്കിൽ ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ കിടന്ന് തമ്മി തല്ലു. വേറെ ഏതെങ്കിലും സെറ്റപ്പായിരിക്കും. അത് മാത്രമല്ല, കാശിന്റെ കണക്കൊക്കെ പറയുന്നത് കേട്ടില്ലേ? അല്ല, നിങ്ങളിപ്പോ ആരെക്കുറിച്ചാ പറഞ്ഞേ? അത് ഇപ്പൊ വണ്ടിയെ കയറി പോയില്ലേ രണ്ടുപേര്? എന്തൊരു ശല്യമായിരുന്നു ഇവിടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.